ഫോൺ ചോർത്തിയ സംഭവത്തിൽ പി.വി. അൻവറിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസവും അൻവറിനെതിരെ കേസെടുത്തിരുന്നു. അന്ന് കോട്ടയം കറുകച്ചാൽ പോലീസായിരുന്നു അൻവറിനെതിരെ കേസെടുത്തത്. ഫോൺ ചോർത്തി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് കലാപാഹ്വാനത്തിന് ശ്രമിച്ചു എന്നായിരുന്നു പരാതി. കറുകച്ചാൽ സ്വദേശിയായ പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയിലായിരുന്നു നടപടി. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയായിരുന്നു കേസ്. സ്വകാര്യ വിവരങ്ങളടക്കം ചോർത്തിയെന്നും എഫ്ഐആറിലുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിവരശേഖരണം നടന്നിരുന്നു. CPM-വുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് പി.വി. അൻവറിനെതിരെ കേസെടുക്കുന്നത്. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങളില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഫോൺ ചോർത്തലിൽ പോലീസ് കേസെടുത്തോട്ടെ എന്ന് പി.വി. അൻവർ MLA പ്രതികരിച്ചു. കേസ് വരുമെന്ന് മുൻകൂട്ടി കണ്ടതാണ്. നിലമ്പൂരിൽ നടക്കുന്ന പൊതുയോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം മലപ്പുറം മുൻ SP സുജിത് ഫോൺ സംഭാഷണമടക്കം പി.വി. അൻവർ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതേസമയം മന്ത്രിമാരുടെ അടക്കം ഫോണുകൾ ADGPയുടെ നേതൃത്വത്തിൽ പോലീസ് ചോർത്തുന്നുണ്ടെന്ന് പി.വി. അൻവർ ആരോപിച്ചിരുന്നു. കാര്യത്തിൽ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് വിവരം. അതേസമയം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ നിയമപരമായി തടസ്സമാകുമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കുമെന്ന് പി.വി. അൻവർ പറഞ്ഞു. 6-ന് മഞ്ചേരിയിൽ നടക്കുന്ന റാലിയിൽ പാർട്ടിയുടെ പേരും നയരേഖയും പ്രഖ്യാപിക്കും. ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും നയരേഖയ്ക്ക് അന്തിമ രൂപം നൽകുകയെന്ന് അൻവർ പറഞ്ഞു. CPM മുഖ്യമന്ത്രിയെ പേടിക്കുന്നുവെന്ന് പി.വി. അൻവർ ഇന്നലെ പറഞ്ഞിരുന്നു. നട്ടെല്ലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും പാർട്ടിയിലില്ല. പിണറായി മുഖ്യമന്ത്രി പദം വിട്ടൊഴിയണം. മുഹമ്മദ് റിയാസോ മകൾ വീണയോ പകരം വരട്ടെ. KT ജലീൽ നിൽക്കുന്നത് സ്വന്തം കാലിലല്ല, ഞാൻ നിൽക്കുന്നത് സ്വന്തം കാലിലാണ്. അദ്ദേഹത്തിന് അത്ര ശേഷിയേ ഉള്ളുവെന്നും അൻവർ ഇന്നലെ പരിഹസിച്ചിരുന്നു. ആവശ്യമെങ്കിൽ MLA സ്ഥാനം രാജിവെക്കാൻ മടിക്കില്ല. പോരാട്ടം തുടരാൻ MLA പദവി നിയമപരമായി തടസ്സമെങ്കിൽ ഒഴിയും. നിയമസഭയിൽ സ്പീക്കർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയി ഇരിക്കും. പാർട്ടി രൂപീകരണം ഞായറാഴ്ച വൈകിട്ട് മഞ്ചേരി ബൈപ്പാസിൽ വെച്ചുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു. എടവണ്ണ ഒതായിയിലെ വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MLA. അതേസമയം ഇപ്പോൾ അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നത് സർക്കാരുമായിട്ടുള്ള ഭിന്നിപ്പുകൾക്ക് ഇടയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നിനു പുറകെ ഒരു കേസായി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പിണറായിക്കെതിരെ തുറന്ന ആരോപണം തന്നെയാണ് അൻവർ ഓരോ ദിവസവും നടത്തുന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഫോൺ ചോർത്തിയ സംഭവത്തിലും പി.വി. അൻവർ MLAക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം കറുകച്ചാൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ആ സംഭവത്തിൽ തന്നെ കേസ് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്നത്.